വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ലൂക്കാ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം റോമാ സാമ്രാജ്യത്തിന്റെ ആജ്ഞപ്രകാരം നടന്ന ജനസംഖ്യാ കണക്കെടുപ്പിലാണ് ആരംഭിക്കുന്നത്. ജോസഫ് തന്റെ ഭാര്യ മറിയത്തോടൊപ്പം നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ഒരു സാധാരണ തൊഴുത്തിൽ യേശു ജനിക്കുന്നു. മറിയം അവനെ തുണികളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തുന്നു. അവിടെ കാവൽ നിൽക്കുന്ന ഇടയന്മാർക്ക് ദൂതൻ ദൈവമഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുകയും രക്ഷകൻ പിറന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. 2-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ഇടയന്മാർ ബെത്ലഹേമിലെത്തി ശിശുവായ യേശുവിനെ കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. 8-ാം ദിവസം ശിശുവിന് യേശു എന്ന പേര് നൽകപ്പെടുന്നു. നിയമപ്രകാരം ശുദ്ധീകരണത്തിനായി മറിയവും ജോസഫും യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നീതിമാനായ ശമയോനും പ്രവാചികയായ അന്നയും ശിശുവിനെ മിശിഹ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. 2-ാം അധ്യായം 26-ാം തിരുവചനം. അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 12 വയസ്സുള്ള യേശു പെസഹ ആചരണത്തിനായി ജെറുസലേമിലെത്തിയപ്പോൾ ദേവാലയത്തിൽ ഉപദേശകരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സംഭവം കാണുന്നു. അവന്റെ ജ്ഞാനത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്നു. നസ്രത്തിലേക്ക് മടങ്ങിയ യേശു ജ്ഞാനത്തിലും കൃപയിലും വളരുന്നു എന്ന വിവരണത്തോടെ ഈ അധ്യായം അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.